കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസന്നിധി, ഇൻ ഹിസ് പ്രസൻസ് എന്നുള്ള ഈ പ്രഭാത വചന സന്ദേശത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ചാണ് പഠിക്കുന്നത്. നാം എല്ലാ പ്രഭാതങ്ങളിലും അല്പസമയം വേറിട്ട് ദൈവത്തിലെ സത്യങ്ങൾ ആരായുന്നു, അന്വേഷിക്കുന്നു, പഠിക്കുന്നു. അതിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ വേദഭാഗങ്ങളാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ പ്രായത്തിന്റെ സമ്പൂർണമായ ഒരു വളർച്ച എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഈ വചന പഠനങ്ങൾ ഉപകരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. കാരണം വചനത്തിന്റെ കേൾവി നമ്മെ നിശ്ചയമായും രൂപാന്തരപ്പെടുത്തും, യഥാസ്ഥാപനപ്പെടുത്തും. നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഉണർവുകൾ പരിശുദ്ധമാവ് ഓരോ പ്രഭാതങ്ങളിലും നമ്മുടെ ഉള്ളത്തെ വചനം കൊണ്ട് നിറയ്ക്കും. വചനം നമുക്ക് ഉണർവായി തീരും, നിറവായി തീരും. നമ്മുടെ നിർജീവിതങ്ങൾ മാറും. നാം വചനത്താൽ ശക്തിപ്പെടും. നാം എല്ലാവരും ധാരാളം ദൈവകൃപ അനുഭവിച്ച് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ നിശ്ചയമായും ഈ വചന ശുശ്രൂഷയ്ക്ക് കഴിയും. ദൈവകൃപയുടെ അത്യന്തം അവർണ്ണനീയമായ, അപ്രമേയമായ, ആശ്ചര്യം നിറഞ്ഞ, അതിശയകരമായ ഒരു വ്യാപ്തിയെക്കുറിച്ചാണ്, ആഴത്തെക്കുറിച്ചാണ്, പ്രവാഹത്തെക്കുറിച്ചാണ്, അതിന്റെ നിറവിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ ടോപ്പിക്ക് നിർത്തുവാൻ കഴിയാതെ വണ്ണം തന്നെ ഇതിന്റെ അനന്തമായ സാധ്യതകൾ ഓരോ ദിവസം വചനം കണ്ടെത്തുന്നതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റെന്തെല്ലാം പഠിക്കുന്നതിനേക്കാൾ ഉപരി കൃപ നമ്മളെ ആത്മാവിൽ ഒത്തിരി ധന്യരാക്കും, ശക്തരാക്കും, സജീവമാക്കും, ആനന്ദകരമായ ആത്മീയ അനുഭൂതിയിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഈ വചന പഠനം നിങ്ങൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കും. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത് ആ മഹാകൃപയുടെ വിവിധങ്ങളായ ശ്രേഷ്ഠതകൾ എന്തെല്ലാമാണെന്നാണ്. കരുണയേക്കാൾ ശ്രേഷ്ഠമാണ് നാം ചിന്തിച്ചു കഴിഞ്ഞു. അതിപ്രകാരമാണ് നാം പഠിച്ചത്. ഒരു തെറ്റിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിക്ക് ന്യായമായി ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഇളവ്, അല്ലെങ്കിൽ ആ പ്രത്യേക കുറ്റത്തിന് അർഹിക്കുന്ന കൂലി, ന്യായമായി ലഭിക്കേണ്ട ശിക്ഷ ലഭിക്കാതെ അവനെ അതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ, ഇളവ് ചെയ്യുമ്പോൾ എന്നോട് കരുണ കാണിച്ചെന്ന് പറയും. തനിക്ക് ലഭിക്കേണ്ട പ്രതികാരം ലഭിച്ചില്ല, അവനെ കുറ്റവിമുക്തനാക്കുന്നു. അതിന്റെ അർത്ഥം അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, ശിക്ഷ ലഭിച്ചില്ലെന്നേ ഉള്ളൂ. നിയമത്തിന്റെ പല സാധ്യതകളും അവന് അനുകൂലമായി ഒരു ന്യായമായ ശിക്ഷയ്ക്ക് അവനെ വിധേയനായി തീരാതെ വണ്ണം അതിൽ നിന്നെല്ലാം ഒരു മോചനം അവന് കൊടുത്തു. അതിന്റെ അർത്ഥം അവൻ ഒരിക്കലും നീതിമാനാകുന്നില്ല. അതുകൊണ്ടാണ് ഈ കൃപ എത്രയോ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. നമുക്ക് വീണ്ടും നോക്കാം. രണ്ടാമത്തെ ആശയം, കൃപ നീതിയേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രിയമുള്ളവരെ, കൃപയും നീതിയും ഘടക വിപരീതമാണ്. ഞാനൊരു നല്ല മനുഷ്യനാണ്, എനിക്ക് അർഹമായത് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് ഒരുവൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ നിങ്ങളോട് ചോദിക്കുന്നത് നീതി ചോദിക്കുക. എന്താണ് ഒരു അർഹതപ്പെട്ടത്? ഏത് നല്ല മനുഷ്യനും ധാർമ്മിക ബോധ്യമുള്ള സാൻമാർഗികമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അർഹതപ്പെട്ടത് എന്താണ്? കൃപ കൂടാതെ, യേശുവിനെ കൂടാതെ, രക്ഷ കൂടാതെ, ക്രൂശ് കൂടാതെ അവന് ലഭിക്കേണ്ടത് നരകം തന്നെയാണ്. ദൈവത്തോട് ആരും നീതി ചോദിക്കരുത്. എന്നാൽ ഇതിന്റെ മറു സൈഡിൽ കൃപ എന്താണ് പറയുന്നത്? ഞാൻ കുറ്റക്കാരനാണെന്ന് ദൈവ കോടതി എന്നോട് എന്റെ ചാർജ് ഷീറ്റ് എനിക്കെതിരെ ഉറക്കെ വായിക്കുമ്പോൾ കൃപ എനിക്ക് ന്യായമായി ലഭിക്കേണ്ട നീതിയോട് എതിർമുഖമായി ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത പാപത്തിന്റെ പിഴ സമ്പൂർണമായി കൊടുത്തെന്റെ കടം വീട്ടി എന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ കുറ്റക്കാരനാണ്, എന്നാൽ ക്രിസ്തുവിന്റെ പാപത്തിന്റെ പിഴ കൊടുത്തു തീർക്കുന്നതിനാണ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഞാൻ കർത്താവിന് രക്ഷിതമായി സ്വീകരിക്കുന്നു. ഞാൻ നിത്യജീവന് ഒരിക്കലും അർഹനല്ലായിരുന്നു, നിത്യശിക്ഷാവിധിക്കായിരുന്നു അർഹൻ. കാരണം എന്റെ പാപത്തിന് ഞാൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ അത് നമുക്ക് നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ ദൈവത്തിന്റെ സൗജന്യദാനമായി ഞാൻ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ കൃപയും നീതിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ വ്യക്തമാക്കാം. യേശു ഒരു ഉപമ ഇങ്ങനെ പറഞ്ഞു. തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അന്വേഷിക്കുന്ന ഒരു കൃഷിക്കാരൻ രാവിലെ തന്നെ ചില ആളുകളെ ഒരു വെള്ളിക്കാശിന് പകൽ മുഴുവൻ തോട്ടത്തിൽ ജോലിക്കാക്കി വെക്കുന്നു. അവർ രാവിലെ തുടങ്ങിയ അധ്വാനം പകലന്ത്യോളം ചെയ്തു തീർത്തു. അവരുടെ വേലയ്ക്കുള്ള കൂലി ഒരു കരാറായി, എഗ്രിമെന്റായി പറഞ്ഞുറപ്പിച്ചിരുന്നു. അത് ഒരു വെള്ളിക്കാശ് മാത്രമാണ്. ആ തുകയ്ക്ക് ആ യജമാനുമായി ആ ദാസന്മാർ ഒരു കരാറിൽ ഏർപ്പെട്ടു. അന്ന് പകൽ കർഷകൻ തങ്ങൾക്ക് നൽകുന്ന ന്യായമായ കൂലിക്ക് ജോലി ചെയ്യാമെന്ന് സമ്മതിച്ച് വേറെ ചിലരെയും ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അതേ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാക്കി. അന്ന് സന്ധ്യയായപ്പോൾ ആദ്യം വന്ന കൂലിക്കാർ തങ്ങളുടെ വെള്ളിക്കാശ് വാങ്ങി താമസിച്ച് വന്നവർക്കും അതേ തുക തന്നെ കിട്ടി. എന്നാൽ അവർ വന്ന മണിക്കൂറുകൾ ചെയ്ത ജോലി വെച്ച് നോക്കിയാൽ ലഭിച്ച ആനുകൂല്യം, അവരുടെ പ്രതിഫലം വളരെ കൂടുതലായിരുന്നു. ആദ്യം വന്നവർക്ക് നീതി ലഭിച്ചു, ഒട്ടും കുറച്ചില്ല നീതി. ഒടുവിൽ വന്നവർക്ക് കൃപ ലഭിച്ചു. ഈ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമായി മനസ്സിലായി കാണും കൃപയും നീതിയും തമ്മിലുള്ള വ്യത്യാസം. കൃപ നീതിയേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ആ മുദ്രത്തോട്ടത്തിൽ അവസാന മണിക്കൂറിൽ വന്ന ചില ജോലിക്കാരുണ്ട്. 1 മണിക്കൂറിന് അധ്വാനിച്ചവര്, 2 മണിക്കൂർ അധ്വാനിച്ചവര്, പകൽ മൊത്തം മെനക്കെട്ടി നിന്നവര്, ജീവിതത്തിന്റെ ഭൂരിപക്ഷ സമയവും ലോകത്തിന്റെ കാഴ്ചകളും ആരവാരങ്ങളും കേട്ട് സമയം വൃഥാ കളഞ്ഞ് ഒരു പണിയെടുക്കാതെ അലസരായി അവർ
നേരെ പോക്കി. എന്നിട്ട് യജമാനൻ അവരെ നിർബന്ധിച്ചു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവിൻ. എന്തു കൊടുക്കാമെന്നോ കരാറിൽ ഏർപ്പെടുകയോ നിശ്ചിത തുകയ്ക്ക് ജോലി പറഞ്ഞ് ഉറപ്പിക്കുകയൊന്നും ചെയ്തില്ല. ന്യായമായത്. പക്ഷേ ഈ അവസാനം വന്ന പിമ്പന്മാർക്കും ആദ്യം വന്നവരെ പോലെ കൊടുക്കുവാൻ ഈ യജമാനന് മനസ്സുണ്ട്. അത് അവരോട് കാണിച്ച കൃപയാണ്. ഈ യജമാൻ യഥാർത്ഥത്തിൽ ആദ്യമായി ജോലിക്കെത്തിയ ഒരു പകൽ മുഴുവൻ നിന്ന് ജോലി ചെയ്ത വേലക്കാരോടും ഒട്ടും അനീതി കാണിച്ചില്ല. പറഞ്ഞുറപ്പിച്ച തുക അവർക്ക് ന്യായമായി കൊടുത്തു. അത് ദൈവനീതിയാണ്. ഇന്നത്തെ ഈ ദൂതുകൾ അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. കൃപ ന്യായപ്രമാണത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. നീതിയുടെ നില കിട്ടേണ്ടതിന് ഒരുവൻ എന്ത് ചെയ്യണമെന്ന് ന്യായപ്രമാണം പറയുന്നു. കൃപ അവന് ദൈവത്തിന്റെ മുമ്പിൽ നീതി നൽകുന്നു. ആ നീതിക്ക് യോഗ്യനായി നടക്കുന്നതിന് അവനോട് പറയുകയും ചെയ്യുന്നു. എന്നോട് വ്യക്തമാക്കാം, പ്രവർത്തിക്കുക എന്നാൽ നീ ജീവിക്കും എന്ന് ന്യായപ്രമാണം പറയും. ജീവിക്കുക എന്നാൽ നീ പ്രവർത്തിക്കും എന്ന് കൃപ പറയും. ശ്രമിക്കുക തുടർന്ന് അനുസരിക്കുക എന്ന് ന്യായപ്രമാണം പറയും. എന്നാൽ ആശ്രയിക്കുക തുടർന്ന് അനുസരിക്കുക എന്നതാണ് കൃപയുടെ ഭാഷ. എന്തു ചെയ്യണം എന്ന് ന്യായപ്രമാണം നിങ്ങളോട് പറയും. പക്ഷെ അത് ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നില്ല. ചെയ്യാത്ത പക്ഷം ന്യായപ്രമാണം നിങ്ങളെ ശപിക്കും. കൃപ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പഠിപ്പിക്കുന്നു. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. ന്യായപ്രമാണം ശിക്ഷയുടെ ഭീഷണി മുഴക്കുന്നു. അതേസമയം പ്രതിഫലത്തിന്റെ വാഗ്ദാനമാണ് കൃപ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ന്യായപ്രമാണം ഉത്തമനെ പോലും കുറ്റം വിധിക്കുന്നു. കാരണം ഒരു ഉത്തമന് പോലും 10 കൽപ്പനകൾ പ്രമാണിക്കുവാൻ സാധ്യമല്ല. കൃപ കുറ്റക്കാരനെ നീതീകരിക്കുന്നു. ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു. കൃപ പാപത്തെ എടുത്തു കളയുന്നു. ന്യായപ്രമാണം പ്രശംസിക്കുന്നു. കൃപ പ്രശംസയെ ഒഴിവാക്കുന്നു. നീ ചെയ്തേ മതിയാകൂ, നീ ചെയ്യുക, നീ ചെയ്യരുത് എന്നിങ്ങനെ ന്യായപ്രമാണം നിങ്ങളോട് ഇടപെടുന്നു. നീ ചെയ്യണം, നീ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ് എന്ന് കൃപ പറയുന്നു. ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ പുതു സൃഷ്ടിയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃപ നിങ്ങളോട് പറയും. ന്യായപ്രമാണത്താൽ പ്രവൃത്തിക്ക് പൂർത്തീകരണം വന്നിട്ടില്ല. പ്രവൃത്തി നിവർത്തിച്ച ഒരുവനെ കുറിച്ച് കൃപ പറയുന്നു. നീ സ്നേഹിക്കണം എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ ദൈവം അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചു എന്ന് കൃപ പ്രഖ്യാപിക്കുന്നു. ന്യായപ്രമാണം ജനത്തിന്മേൽ ഭാരമേറിയ ചുമട് വെക്കുന്നു. കൃപയുടെ ഭാരങ്ങൾ ലഘുവാണ്. ന്യായപ്രമാണം ഒരു അടിമത്തത്തിന്റെ വ്യവസ്ഥയാണ്. പ്രിയമുള്ളവരെ, കൃപ സ്വാതന്ത്ര്യമാണ്. അതാണ് സമ്മർദ്ദത്തിനും പദവിക്കും തമ്മിലുള്ള വ്യത്യാസം. ന്യായപ്രമാണത്തിൽ കരുണയില്ല. അത് തണുത്തുറഞ്ഞതും കഠിനവും നിർജീവവും ആയമില്ലാത്തതുമാകും. എന്നാൽ കരുണാസമ്പന്നനായ ഒരു ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച്, മനസ്സലിവിനെ കുറിച്ച്, ദീർഘക്ഷമയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് കൃപ നമ്മളോട് പ്രസ്താവിക്കും.